നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 17 മുതൽ ഡിസംബർ 23 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയാചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. ജപധ്യാനാദികൾ, ക്ഷേത്രാധികാരികൾ, ക്ഷേത്ര ദർശനം, കഴിയുമെങ്കിൽ അവിടെ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുക. അത് ഗ്രഹങ്ങളുടെ സൂചന അനുസരിച്ചിട്ടുള്ള, അതായത് ഗ്രഹദേവതമാരുടെ സൂചന അനുസരിച്ചിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അതാത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമായിട്ട് കരുതുന്നു. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ ഗ്രഹദേവതമാരും നമ്മുടെ ജന്മരാശിയിൽ നിന്ന് അതാത് സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകുന്നു എന്നുള്ളൊരു വിശ്വാസമാണ്. ഉദാഹരണത്തിന് വ്യാഴൻ 2-ലോ 5-ലോ 7-ലോ 9-ലോ 11-ലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകുന്നു. ദുസ്ഥാനങ്ങളിലാണെങ്കിൽ അത്രത്തോളം ശുഭഫലങ്ങൾ നൽകുന്നില്ല. പിന്നെ മറ്റ് ധാരാളം ഘടകങ്ങളുണ്ട്. ജാതകത്തിൽ വ്യാഴൻ്റെ ബലത്തിന് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ചാരവശാൽ ശനിബന്ധമുണ്ടോ, രാഹുബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് ചാരവശാലുള്ള, അതായത് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻസ് എങ്ങനെയാണ് ചന്ദ്രരാശി, അതായത് ജന്മരാശിയെ സ്വാധീനിക്കുന്നത്, അതിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം ഉത്തമമാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ആദിത്യനായാലും ചന്ദ്രനായാലും ചൊവ്വയായാലും ബുധനായാലും വ്യാഴനായാലും ശുക്രനായാലും ശനി, രാഹുകേതുക്കൾ, ഇങ്ങനെയുള്ള ഗ്രഹദേവതമാരെ നമ്മൾ വണങ്ങുകയും അതാത് പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജപധ്യാനാദികൾ പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നു. രാഹുകേതുക്കൾക്ക് സാധാരണഗതിയിൽ സർപ്പസ്ഥാനങ്ങളാണ് പറയാറുള്ളത്. അതാത് ജപവും പറയാറുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുപോലെ ഓരോ ഗ്രഹദേവതമാർക്കും ചില അധിഷ്ഠാന ദേവതമായിട്ട് ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ശനിക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് ശനി ഭഗവാൻ കൂടാണ്ട് ധർമ്മശാസ്ത്ര പ്രീതി വരുത്തിക്കോളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ചൊവ്വയ്ക്കാണെന്നുണ്ടെങ്കിൽ ചൊവ്വ പ്രീതി വരുത്തിക്കോളൂ, രൗദ്രഭാവ ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ, അങ്ങനെ പറയാറുണ്ട്. ബുധനാണെങ്കിൽ അവതാര വിഷ്ണു, ബുധനെ പ്രാർത്ഥിച്ചോളൂ, അവതാര വിഷ്ണു, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, രാഹമൂർത്തി, ഇങ്ങനെ പല പല ദേവതാ സ്ഥാനങ്ങളെ നമ്മൾ ദർശനം നടത്തി പ്രാർത്ഥിച്ച് മന്ത്രസ്തോത്ര ജപത്തോടുകൂടി തൃപ്തി വരുത്തിക്കുകയും അങ്ങനെ നമുക്ക് അനുഗ്രഹ വർഷം വരികയും അത് സ്വീകരിക്കാനുള്ളൊരു ശക്തി നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് ഉണ്ടാവുകയും വേണം എന്നുള്ളത് പലപ്പോഴും ഈ പ്രോഗ്രാമിൽ പറയാറുണ്ട്. ധ്യാനം കൊണ്ട്, ജപം കൊണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് അതിനുള്ളൊരു ശക്തി വരും. ആ ജീവശക്തി നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലെ പ്രയാണത്തിൽ വിജയം കൈവരിക്കുവാൻ സഹായിക്കും എന്നൊക്കെയാണ് ഭാരതീയ വിശ്വാസം. അതുതന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മളെപ്പോഴും അനുഭവസ്ഥരുടെ ഫലങ്ങൾ, ശുഭഫലങ്ങൾ അനുഭവിച്ചവരുടെ ആ മാതൃകയാണ് പിന്തുടരേണ്ടത്. നമ്മളൊരു എക്സാമിനും അങ്ങനെയാണല്ലോ. എക്സാമിൽ ക്വാളിഫൈ ചെയ്തവരുടെ ആ ഒരു ജീവിത രീതി, അവരുടെ ഒരു പഠന രീതി, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതാണ് ഒരു കോച്ചിങ് സെൻറ്റർ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഇൻ്റലിജൻസ് ആ ഒരു ലെവൽ, കോഷ്യൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും പരിശോധിച്ചതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ കോച്ച് നൽകും. അങ്ങനെയാണ് നമ്മൾ എക്സാമിന് വിജയിക്കുന്നതും നമ്മൾ ബൗദ്ധികമായിട്ട് ഇൻ്റലക്ച്വൽ ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതും ഇമോഷണൽ ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ ഈ ട്രെയിനിങ് കൊണ്ടാണ് എന്നറിയാം. ഈ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ദേവചൈതന്യ പ്രവാഹത്തിൻ്റെ സ്വാംശീകരണത്തിലാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ വിജയം അടിസ്ഥാനമാക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന, പരിഹാരം, ഭക്തി, ഭാരതീയ ജ്യോതിഷം, ഇവയിൽ വിശ്വാസമുള്ളവർ, ഈ പ്രോഗ്രാമിൽ വിശ്വാസമുള്ളവർ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രോഗ്രാം കണ്ട്
ആ പ്രോഗ്രാമിൽ പറയുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. വളരെ ലളിതം. നമ്മുടെ അല്പം സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്രത്തോളം ശ്രദ്ധ, എത്രത്തോളം ഭക്തി, എത്രത്തോളം സമർപ്പണം നമുക്കുണ്ടോ അത്രത്തോളം ഫലപ്രാപ്തി നമുക്കുണ്ടാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എപ്പോഴും നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പവറിൽ ഒരു ശക്തിയിൽ ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്ത് സമാധാനമാണ് വരുന്നത്. നമുക്ക് സമാധാനവും സന്തോഷവും ടെൻഷൻ ഫ്രീയുമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഫാക്കൽറ്റീസ് വേണ്ട രീതിയിൽ അങ്ങോട്ട്, നമ്മുടെ കഴിവുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. തടസ്സങ്ങളൊക്കെ അപ്പോൾ തന്നെ നീങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ എത്രത്തോളം സമർപ്പണം, എത്രത്തോളം ഭക്തിയുണ്ടോ അത്രത്തോളം ഫലപ്രാപ്തി നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിത വിജയവും സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് തരക്കേടില്ലാത്തൊരു ജോലി ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. സ്വന്തമായിട്ടൊരു വരുമാനത്തിനുള്ള ഒരു യോഗമുണ്ട്. ഇപ്പോൾ വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ളവർക്ക്, ഫോർ എക്സാമ്പിൾ MNC പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റോ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ളൊരു റോള് വരാൻ, കുറച്ചുകൂടെ ബെറ്റർ പേയ്മെൻറ്റ് വരാൻ, കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റിൽ നമുക്ക് ഒരു പോസ്റ്റിംഗ് ലഭിക്കാൻ ഒക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്നറിയാം. കാലവും അനുകൂലമാണ്. ഈ വാരം പ്രത്യേകിച്ചും ഭാഗ്യദായകമാണ് എന്ന് അറിയാം. അതുപോലെ ബിസിനസ്സിൽ അല്പം ഒരു പുരോഗതി ദൃശ്യമാകും. ചെറിയ കച്ചവടം, ഏജൻസി ബിസിനസ്, ചെറിയ പ്രൊവിഷൻ സ്റ്റോർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചെറിയ പീടികയൊക്കെ നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ചെറിയ ആഡംബരങ്ങൾക്കായി നമ്മൾ പണം ചെലവാക്കുന്ന ഒരു വാരവുമാണ്. യാത്രകൾ, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള വളരെ പണം മുടക്കിയുള്ള ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ് വിപുലീകരിക്കുക അതിന് പറ്റിയ സമയമല്ല. അതുപോലെ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ പവർ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ ഓഫീസിലൊക്കെ. എനിക്ക് പോകാൻ കഴിയില്ല, അപ്പോൾ ഇന്നയാൾ പോട്ടെ, കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്നുള്ള ചിന്തയിൽ അന്യരെ വിശ്വസിച്ച് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ പറ്റിയ വാരവുമല്ല. കാരണം അല്പം ഒരു ദൈവാധീനക്കുറവുണ്ട്. അപ്പോൾ ദൈവാധീനവും ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ, അത് പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പിന്നെ വൈകാരികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും, അതായത് പ്രണയം, വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു തീരുമാനം, ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ ആചാര്യസ്ഥാനീയർ, ഗുരുക്കന്മാരെയും പിന്നെ ആരാണ് കാരണവസ്ഥാനീയരെയും കുടുംബത്തിലെ സീനിയറായിട്ടുള്ള ആൾക്കാരുടെയും അഭിപ്രായം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. കാരണം വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുപറ്റുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി വിഷ്ണു ക്ഷേത്ര ദർശനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി, അവിടെ ദർശനം ഒക്കെ ഈ ദേവതാപ്രീതി ലഭിക്കുവാൻ ഉത്തമമാണ്. അതായത് വ്യാഴപ്രീതി ഉണ്ടാവും, വിഷ്ണുപ്രീതി ഉണ്ടാവും. അങ്ങനെ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പല ക്വാർട്ടേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രായമായവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്നും അറിയുക. ശിവപ്രീതി കൊണ്ട് ഈ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ വാഹനത്തിൽ കുറച്ചൊരു ഡെക്കറേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്ര അത്യാവശ്യമില്ലാത്ത രീതിയിൽ പണം സ്പെൻഡ് ചെയ്യുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ പണം ചിലവാകുന്ന ഒരു വാരവുമാണ്. അതുകൊണ്ട് വീടിൻ്റെ അത്യാവശ്യമില്ലാത്ത റിപ്പയർ വർക്കൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. വളരെ അടുപ്പമുള്ളവരെ കൊണ്ടും നമുക്ക് വളരെയധികം ചിലവുകൾ വരുവാൻ സാധ്യതയുള്ള ഒരു വാരവുമാണ്. അതായത് ബന്ധുക്കൾക്കോ വളരെ വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെ അവർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും
എന്തെങ്കിലും പണം വേണ്ട ഒരു സാഹചര്യം വരികയും അങ്ങനെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പണം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. യാത്ര അലച്ചിൽ, ക്ലേശം ഇവയ്ക്ക് ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. എന്നാൽ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ചെറിയ പുരോഗതി കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. കല, സിനിമ, TV രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ വാരം കാണുന്നു. എന്നാൽ അവിടെയും ധനാഗമത്തിൽ നമ്മൾ ഉദ്ദേശിച്ച പണം വരുന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങോട്ട് കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ അത് കിട്ടിയാൽ തന്നെയും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരികയും അതുകൊണ്ട് നമ്മൾ എന്തിനാണോ ഈ പണം അഡീഷണലായിട്ട് കിട്ടുന്നത്, എന്തിനാണോ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും അത് സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉദിക്കുന്ന ഒരു സമയമാണ് എന്നറിയാം. വിവാഹാലോചനയൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹാലോചനയൊക്കെ വരാനും എന്നാൽ ചില തടസ്സങ്ങൾ അതിനകത്ത് പ്രകടമായിട്ട് വരാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള യോഗമുണ്ട്. പുതിയ കോഴ്സസിന് ഇപ്പോൾ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചവർക്ക് അല്പം ഒരു ആത്മവിശ്വാസ കുറവിനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചെറിയ പ്രയാസങ്ങൾ അവിടെ സൂചനയിലുണ്ട്. അതായത് അക്കാഡമിക് മാറ്റേഴ്സിൽ ചെറിയ പ്രയാസങ്ങൾക്ക് സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് പഠന കാര്യങ്ങളിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവാധീനം മറിഞ്ഞു നിൽക്കണമെന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. രാശിക്കൊരു ബലമുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ഒക്കെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. മഹാലക്ഷ്മി സ്തോത്രം ജപിക്കാം എന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് അല്പം ടെൻഷനൊക്കെ ഉണ്ടാകാമേ, അതൊക്കെ അങ്ങോട്ട് കുറയുന്നൊരു സാഹചര്യം വരും. അതായത് അത്യാവശ്യത്തിന് പണം വരാൻ ധനലക്ഷ്മി സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങൾക്കാണ് ഈ വാരം പ്രത്യേകിച്ചൊരു അനുകൂല ഭാവം ഏറെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചു കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക്, അതായത് പല കാരണങ്ങളുകൊണ്ട് തടസ്സം വരാമല്ലോ. അത് ചിലർ പറയാറുണ്ട് 7ാം ഭാവത്തിന് ബലമില്ലാത്തതുകൊണ്ടാണ്, അതാണ് ഇങ്ങോട്ട് വരുന്ന ആലോചന പോലും പിന്നെ അങ്ങോട്ട് മറുപടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. ചിലർക്ക് എല്ലാ ക്വാളിറ്റീസും ഉണ്ടെങ്കിലും യോജിച്ച രീതിയിൽ എന്തെങ്കിലും ഒരു 2-3 ക്വാളിറ്റീസ് ചേരുന്ന രീതിയിലുള്ള ഒരാളെ കിട്ടണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. മെച്ചമായിട്ടുള്ള വിവാഹാലോചന വരാനുള്ള ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ പ്രണയിക്കുവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയാണ് എന്ന് നമുക്ക് തോന്നുന്ന വ്യക്തി പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ, പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ ബിസിനസ് രംഗത്ത് ലഭിക്കുവാൻ, ഇപ്പോൾ കുറച്ചൊരു സൈലൻറ്റ് പാർട്ട്ണറൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആകാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ പുരോഗതി, ഒരു ബെറ്റർമെൻറ്റ് ദൃശ്യമാകുവാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. കലാരംഗത്തേക്ക് പൊതുവെ സിനിമ, മീഡിയ, ടെലിവിഷൻ, റേഡിയോ ഇതിലൊക്കെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. അതായത് അതിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം പെട്ടെന്ന് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് സാരം. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ ആവിചാരിതമായിട്ട് നമുക്ക് സന്തോഷം, പ്രണയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുവാനും ഒക്കെയുള്ള സാധ്യത ഏറെയുണ്ട് എന്നറിയാം. ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഈ വാരം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ചില നേട്ടങ്ങൾക്കുള്ള ഭാഗ്യമുണ്ട്. പിന്നൊരു കാലത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ട്, ഇപ്പോഴുള്ള ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ പോലും അത് പിന്നീട് നമുക്ക് സഹായകരമായിട്ട് വരുന്ന രീതിയിൽ കാര്യങ്ങൾ അനുകൂലമാകാനുള്ള യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെന്നും പ്രത്യേകിച്ചറിയാം. ഈ രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രാർത്ഥിക്കുക. അതുകൂടാണ്ട് അവതാര വിഷ്ണുവിന് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ശ്രീരാമക്ഷേത്ര ദർശനം ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ശ്രീകൃഷ്ണ സ്തോത്രം ജപിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഓം. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം.
പല മാറ്റങ്ങളുടെയും ഒരു സൂചന വരുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ലഭിക്കണമെന്നില്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം, ഒരു തോന്നലുണ്ടാവും. പല മാറ്റങ്ങളും വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അത് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ഈശ്വരീയമായിട്ടുള്ളൊരു ശക്തി നമ്മൾ ഉദിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ, എല്ലാം ശരിയായി വന്നോളും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങുന്ന ഒരു വാരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കാലം അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ചില നേട്ടങ്ങളൊക്കെ രാശിയിൽ പറയുന്നുവെങ്കിലും വർഷങ്ങളായിട്ട് ഇവർക്ക് പണച്ചെലവ് കാരണമുള്ള ബാധ്യത കൊണ്ട് എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു നേട്ടം വന്നാലും ആത്മവിശ്വാസം ഇല്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഇപ്പം എന്തായാലും ഇത്രയും പണമൊക്കെ കിട്ടിയിട്ട് ഒന്നിനും തികയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. അതിലൊരു മാറ്റം വരും. അവിടെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഇന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബം വഴി എന്തെങ്കിലും വരുമാനം, അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടല്ലോ. അഗ്രികൾച്ചറൽ ആകാം, ബാങ്ക് ഡെപ്പോസിറ്റ് ആകാം, ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, ചിട്ടിയാകാം, അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് മനസ്സിൽ തോന്നിത്തുടങ്ങുകയും അതുവഴി ഒരു ആത്മവിശ്വാസം വരികയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്ന ഒരു വാരമാണ്. ഇതറിഞ്ഞ് അത് യൂട്ടിലൈസ് ചെയ്യണം, അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള ഫലം വന്നിട്ട് കാര്യമില്ല. എല്ലാത്തിലും ആ ഒരു ഹ്യൂമൻ വർക്ക് മനനം ചെയ്യാൻ കഴിയുന്നവനാണല്ലോ മനുഷ്യൻ. ആ ഹ്യൂമൻ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നല്ല സമയം എന്ന് പറഞ്ഞിട്ട് കുട്ടി പഠിക്കാണ്ടിരുന്നാൽ എന്ത് ചെയ്യും? പഠിച്ചിട്ടും കാര്യമില്ല. ഒരു പ്രോപ്പർ കോച്ചിങ്, ഒരു ഗൈഡൻസ് കൂടെ വേണം. അപ്പോൾ അതും ഗൈഡൻസും കോച്ചിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സമയം വന്നാലും കുട്ടി പഠിച്ചിട്ട് വേണ്ട രീതിയിലുള്ള റിസൾട്ട്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സമയം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല കോഴ്സസിന് ട്രൈ ചെയ്തോളൂ എന്നുള്ളതാണ്. ആദ്യം ഒരു തടസ്സം വന്നാലും പിന്നീട് അത് ലഭിക്കാനുള്ള യോഗമുണ്ട്. ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ചിലവ് കാരണം വരുമാനം വർദ്ധിച്ചാലും അതങ്ങോട്ട് അനുഭവവേദ്യമാകണം എന്നില്ല. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശുഭാപ്തി വിശ്വാസം, അതായത് ഒരു ഓപ്റ്റിമിസം വന്നു ചേരും. കാര്യങ്ങളിൽ എനിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകും. ഈ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവേ നമ്മൾ വ്യക്തിബന്ധങ്ങളിലുമൊക്കെ വളരെ സൂക്ഷിച്ചിരുന്ന ഒരു ഊഷ്മളത കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് റിജുവനേറ്റ് ചെയ്ത് അതൊന്ന് നന്നാക്കിയെടുത്ത് നല്ല രീതിയിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കാലവുമാണെന്നറിയാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക്, സന്തതി സ്ഥാനീയർക്ക് പുതിയ ജോലിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ ജോലി ലഭിക്കാനോ പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനോ ഒക്കെ ഭാഗ്യമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ കുടുംബകാര്യങ്ങളിലുമൊക്കെ ചെറിയ തീരുമാനവും അവരുടെ കുടുംബകാര്യങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. ഇങ്ങനെ ചില അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പ്രായത്തിലുള്ളവർ, ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ളവർക്ക് പ്രണയം വന്നു ചേരുവാനോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വന്നു ചേരുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. ഈ കാര്യങ്ങളിലെ തടസ്സങ്ങൾ എല്ലാ അനുകൂല ഭാവത്തിലും ചിലപ്പോൾ ഇങ്ങനെ സൂചന വന്നിട്ട് അങ്ങോട്ട് തടസ്സപ്പെട്ടു പോകാമല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് വൈകിപ്പോകാമല്ലോ. അപ്പോൾ ഈ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കണം. 3 പ്രാവശ്യം ജപിക്കാമെങ്കിൽ വളരെ നല്ലത്. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായം സന്ധ്യയ്ക്കും ഒക്കെ ജപിക്കാം എന്നുണ്ടെങ്കിൽ ഏറെ നല്ലത്. അപ്പോൾ ആ ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തിക്കൊള്ളുക എന്നുള്ളതാണ്. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗൗരീപുത്രായ നമഃ. ഓം ശ്രീ സ്കന്ദാഗ്രജായ നമഃ. ഇതങ്ങോട്ട് നിരന്തരം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യങ്ങൾക്ക് ആദ്യം ഒരു തടസ്സം വന്നാലും പിന്നീട് തടസ്സങ്ങൾ നീങ്ങി അനുകൂല ഭാവത്തിലെത്തും എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. കാരണം വ്യാഴൻ ദൈവാധീനകാരകൻ ശുഭസ്ഥാനത്താണ്. അപ്പോൾ എന്തായാലും വൈകിയാലും കാര്യങ്ങൾ ശരിയായി വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെടാനുള്ള യോഗം, അത് വരുമാനം ലഭിക്കാനുള്ള യോഗം, ചിട്ടി മുതലായ കാര്യങ്ങളോ വ്യക്തിപരമായിട്ടുള്ള ചില സഹായങ്ങളോ ഒക്കെ വരാൻ, ബാങ്കിൽ നിന്ന് ലോണും ആകാം. അത് ലഭിക്കുന്നതുകൊണ്ട് വീട് പണി മുന്നോട്ട് പോകും. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ വാഹനം
വാഹനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തടസ്സം വന്നാലും വിവാഹാലോചനകൾ വന്ന് ചേരാനുള്ള ഭാഗ്യമുണ്ട്. പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, കണ്ടകശനി എന്നൊക്കെ പറയും. പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പഴയ ബാധ്യത കടമൊക്കെ ഉള്ളവർക്ക് അല്പം ടെൻഷനുള്ള ഒരു കാലമാണ്. അതിപ്പോൾ എങ്ങനെ കൊടുത്തു തീർക്കുക, വരുമാനമില്ലല്ലോ, അല്ലെങ്കിൽ ചിലവ് കൂടുതലാണല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവാധീന കാര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് അത്യാവശ്യത്തിന് എവിടുന്നെങ്കിലും പണം വരും. അപ്പോൾ നമ്മൾ പറയും ഇത് അത്ഭുതമാണല്ലോ, അത്യാവശ്യത്തിന് പണമെന്നല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾക്ക് അലസത വരുന്ന സമയമാണ്. പഠന കാര്യത്തിലൊരു ടോട്ടൽ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിങ് വരും. അതൊരു ഗോൾ ഓറിയൻറ്റഡ് അല്ലാതെ, ഒരു ലക്ഷ്യബോധം ഇല്ലാതെ പ്രവർത്തിക്കുന്നു. വിനോദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂട്ടുകെട്ടുമൊക്കെ വന്ന അപ്പോൾ അങ്ങനെ പഠന കാര്യങ്ങളിൽ കുറച്ച് ലാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് വിനോദം കുറയ്ക്കുക, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പാർട്ടിയിങ് ഒക്കെ കുറയ്ക്കുക, രാത്രികാല സഞ്ചാരം കുറച്ച് പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, 2 വീലർ റൈഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ, അമ്മയും അച്ഛനും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹം, പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല സമയമല്ല. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. ജോലി വിടുന്നതിനെക്കുറിച്ച് MNCയിലൊക്കെ പുതിയ ജോലിക്കുള്ള ഓഫർ വരും. പക്ഷേ ജോലി വിടുന്നതിനെക്കുറിച്ചൊരു സെക്കൻഡ് തോട്ട് വേണം. എടുത്ത് ചാടി കാര്യങ്ങളിൽ ഒരു തീരുമാനം പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള അധികം പണം മുടക്കിയുള്ള ബിസിനസ്സും തൽക്കാലം അത്ര ശുഭമായി കാണുന്നില്ല. ധർമ്മശാസ്ത്ര സ്തോത്രം ജപിക്കേണ്ട കാലമാണ് മനസ്സിന് സമാധാനം ലഭിക്കുവാനായി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എല്ലാം ധർമ്മശാസ്താവിൽ സമർപ്പിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മനസ്സിനൊരു സമാധാനവും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് ഒഴിവാക്കുവാനും ശരിയുടെ പാതയിൽ നമുക്ക് സഞ്ചരിക്കുവാനുള്ളൊരു സാഹചര്യവും ഒരുങ്ങും. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്ര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. കാരണം വ്യാഴൻ അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ചില ഉദാഹരണത്തിന് പ്രണയം, അല്ലെങ്കിൽ വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിഷനിലൊരു ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ്, ലീഗലായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊന്നും അത്ര അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല. അപ്പോൾ എല്ലാ ലീഗൽ പ്രൊസീഡിങ്സിനും അല്പം ഒരു ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. ഡിലേ വരുന്നതാണ് നല്ലത്. അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. കൂട്ടുകെട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. നമ്മൾ പല കാര്യങ്ങളിലും ടെംപ്റ്റേഷൻ, താല്പര്യം, നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം വരാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ നമ്മുടെ റെപ്യൂട്ടേഷന് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണെന്നറിയാം. അതുകൊണ്ടാണ് കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. സ്കൂളിലും കോളേജിലും പ്രത്യേകിച്ച്. അത് സ്കൂളിലും കോളേജിലും ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് പ്രായത്തിലുള്ളവരായാലും നമ്മുടെ സൗഹൃദം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു മൂല്യത്തിന് അനുസരിച്ചിട്ടുള്ള സൗഹൃദം അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചില പ്രയാസങ്ങൾ പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ വരുന്നതായിട്ട് അനുഭവത്തിൽ കാണാം. നമ്മളെല്ലാം അനുഭവത്തിലാണല്ലോ കാര്യം. അന്യർക്കിപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി, അത് നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഈ പ്രോഗ്രാമിൽ പറയാറുണ്ട്, നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ അനുകരിക്കേണ്ടത് നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റവുമായിട്ട്, നമ്മുടെ ഒരു മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി അതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരർത്ഥവും ഒരു വ്യാപ്തിയുമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ മനസ്സിൽ കരുതണം. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത്ര അനുകൂല ഭാവമല്ല. എന്നാൽ പ്രണയിക്കാനുള്ള സാധ്യതയുണ്ട് താനും. പ്രണയം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയാണ് ഏറെ. അത് പിന്നീട് ഒരു വൈകാരികമായിട്ടുള്ള ടെൻഷനിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ട്, സോഷ്യലൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും രാത്രികാല സഞ്ചാരവുമൊക്കെ കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത് എന്നറിയുക. പാർട്ടിഷൻ ഡീഡൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ സ്വീകരിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. അവതാര വിഷ്ണുവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. മഹാക്ഷേത്രങ്ങളിൽ, ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഒരു 5 മണിക്കൂർ, 5 മുഹൂർത്തകാലം എന്നൊക്കെയാണ് പറയുക. ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ്സാണ്. അപ്പോൾ 5 മുഹൂർത്തകാലമെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക. അത് നമ്മൾ സ്തോത്രങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള മന്ത്രമുണ്ടല്ലോ. ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ആത്മാർത്ഥമായിട്ടൊന്ന് ജപിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമാധാനവും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉദിക്കുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കൃഷ്ണരൂപം മനസ്സിലങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ കൃഷ്ണരൂപം മനസ്സിൽ സങ്കല്പിച്ചിങ്ങനെ ചൊല്ലി നോക്കും. നമ്മുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും പറന്നു പോകും എന്നുള്ളതാണ്. മനസ്സിന് സമാധാനവും സന്തോഷവും, അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഫലങ്ങൾ അനുകൂലമായിട്ട് വരികയും കാര്യങ്ങളിൽ വിജയം വരുത്തുവാനും കഴിയും എന്നുള്ള കാര്യം ഓർക്കുക. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഫലസൂചന, ഒരു സാഹചര്യം നമുക്ക് ദർശിക്കാനാകും എന്നുള്ളതാണ്. അത് ബിസിനസ്സിൽ അല്പം ഒരു പുരോഗതി. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സിനെ വേണം എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെ ലഭിക്കുക. പിന്നെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ്, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, അത് ബാങ്ക് വഴിയാകാം, വ്യക്തികൾ വഴിയാകാം, ചിലപ്പോൾ ചിട്ടി അങ്ങനെയുള്ള വഴിക്കാകാം. എന്തായാലും ബിസിനസ്സിൽ അല്പം ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ, ഒന്ന് വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ ഒരു സോഴ്സ്, സ്രോതസ് എന്ന് പറയുമല്ലോ, അത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് അല്പം ഒരു ആത്മവിശ്വാസം വരാനുള്ള യോഗമുണ്ട്. പഴയ ബാധ്യത, കടമൊക്കെ വളരെയധികം ഉള്ളവർക്ക് അല്പം ഒരു ആശ്വാസത്തിന് വകയുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നാരംഭിക്കുന്ന ആ സ്തോത്രം അത്യാവശ്യം ജപിക്കണം. ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അധിക പണച്ചെലവും എന്നാൽ വരുമാനത്തിൽ അല്പം ഒരു വർധനവൊന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് ബാധ്യതകളൊക്കെ ധാരാളം വന്നിട്ടുണ്ടാവുന്നുള്ളതാണ്. പ്രത്യേകിച്ച് അൺസർട്ടൺ ഇൻകം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അവരാണ് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ചെലവുകളാണ് പലപ്പോഴും ഒരു ബാധ്യതയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട്, മഹാലക്ഷ്മി പ്രാർത്ഥന കൊണ്ട് ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. വിവാഹ നിശ്ചയമോ വിവാഹം തന്നെയോ നടക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ ജാതകത്തിലെ 7ലും 8ലും ഒക്കെ പാപനുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഭൗതിക തലത്തിൽ നമ്മൾ എല്ലാത്തിനും ഒരു ശ്രമം വേണമല്ലോ. നമ്മൾ നല്ല സമയം വരുമ്പോൾ വിദ്യാർത്ഥികൾ എക്സാം അറ്റൻഡ് ചെയ്താലേ ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. അത് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്താലേ മെച്ചം ഉണ്ടാവുള്ളൂ. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, എമോഷണൽ കോഷ്യൻറ്റിനനുസരിച്ച് ഒരു അഡ്വൈസോടുകൂടി, ഒരു ഗൈഡൻസോടുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല സമയത്താണെങ്കിൽ വിജയം സുനിശ്ചിതം. അപ്പോൾ എല്ലാവരും പറയും അതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അതിപ്പോൾ നല്ല സമയം വേണമെന്നുണ്ട്. അങ്ങനെയല്ല. പലപ്പോഴും ഒരു പേപ്പർ വാല്യുവേഷന് പോലും ആരാണ് വാല്യൂ ചെയ്യുന്നതെന്നുള്ളത് പോലും പ്രധാനമാണ്. എവിടെയെങ്കിലും ഒരു ടാബുലേഷൻ, ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ മതി, നമ്മുടെ മാർക്സ് കുറയാനോ കൂടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മുടെ സമയം നല്ല സമയമാണോ നല്ല സമയം അല്ലയോ എന്നുള്ള, അത് വേറെ വാക്കുകളോ അല്ലെങ്കിൽ വേറെ അത് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നമുക്കൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് ഭാഗ്യം, ലക്കി പീരീഡ് അല്ലെങ്കിൽ ലക്കി ടൈം, ലക്കി ഫെലോ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഭാഗ്യമുള്ളൊരു കുട്ടി അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ഉയർന്നു പോയി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഭാഗ്യമുള്ള കാലമാണ് എന്നുള്ളതുകൊണ്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് പഠിക്കുക. കല, സിനിമ, TV, ഡാൻസ്, മ്യൂസിക്, ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഈ ഓപ്പർച്യൂണിറ്റി വരെ ഉയരാനുള്ളൊരു ഭാഗ്യം, ഇങ്ങനെ പല സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്ത മഹാക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. എല്ലാ തടസ്സങ്ങളും, അനുകൂല ഫലസൂചനകളിലെ തടസ്സങ്ങൾ കുറയും അല്ലെങ്കിൽ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നീട് ഒരു പ്രായം കഴിഞ്ഞവർക്ക്, 48 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് 4-ാം വ്യാഴവട്ടം എന്ന് പറയും. അകാരണമായിട്ടുള്ളൊരു ഭയം, ഒരു ഏകാന്തതയൊക്കെ തോന്നും. എന്തപ്പോൾ ആരും എന്നെ എങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ പോലും മനസ്സിന് ഒരു കാരണവുമില്ല, അതൊരു ടെൻഷൻ വരും. യോഗധ്യാനം ശീലിച്ചോളൂ. ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നാരായണീയ പാരായണവും ആകും. അപ്പോൾ ജീവിതത്തിലൊരു ലക്ഷ്യം വരും, ജീവിതത്തെക്കുറിച്ചൊരു ബോധം വരും. അപ്പോൾ ജീവിതം കൂടുതൽ അർത്ഥസമ്പുഷ്ടമായതായിട്ട് നമുക്ക് അനുഭവേദ്യമാകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ പരിഹാരം. മനസ്സിനപ്പോൾ സമാധാനവും
അതുകൊണ്ട് തന്നെ സന്തോഷവും വരും, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും കുറച്ചുകൂടെ ഒരു ഊഷ്മളത വരികയും ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ അല്പം ഒരു പണ ചെലവ് കൂടുതലുള്ള വാരമാണ് എന്നുള്ളതാണ്. അവിചാരിതമായിട്ട് ഗൃഹത്തിനോ വാഹനത്തിനോ ഒക്കെ റിപ്പയർ വർക്കോ മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചറോ ഒക്കെ വരാം. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യപ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പണം വേണ്ട ചില ആവശ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരാം. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും കരുതി വെച്ചിരിക്കുന്ന പണമൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ ചിലവാക്കേണ്ടതായിട്ട് വരാം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പണത്തിനൊരു തടസ്സം വരാം. പല കാര്യത്തിലും നമുക്ക് ടെൻഷൻ ഉള്ളതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിക്കുകയും അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവും നമ്മുടെ പ്രതികരണങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ പ്രകടമായിട്ടുള്ള മാറ്റമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ അകൽച്ചയൊക്കെ വരാം. നമ്മുടെ പെരുമാറ്റം നാം നിയന്ത്രിച്ചാൽ ആ പ്രയാസങ്ങൾ മാറും. നമ്മുടെ വാക്കുകൾ ഔചിത്യത്തോടുകൂടി ഉപയോഗിക്കുവാൻ പലപ്പോഴും തോന്നണമെന്നില്ല. അപ്പോൾ വാക്കുകൾ കൊണ്ട് വ്യക്തികളകന്നു പോകാം. അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്താ വേണ്ടത്? സരസ്വതീ ദേവി പ്രീതിയാണ്. സരസ്വതി നാവിലുണ്ടെങ്കിൽ നമ്മൾ അന്യർക്ക് വിഷമകരമായിട്ടുള്ള, അന്യരെ അകറ്റുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും നമ്മളിൽ നിന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ സരസ്വതി സാന്നിധ്യം ഉണ്ടാകുന്ന രീതിയിൽ സരസ്വതി പ്രീതി വരുത്തിക്കോളും. പ്രശസ്തമായിട്ടുള്ള ആ സ്തോത്രം ഉണ്ടല്ലോ, സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ദിവസവും ജപിച്ചോളൂ. ഒരു 5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ്, രാവിലെയും വൈകുന്നേരവും ജപിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. സരസ്വതി നാവിൻ തുമ്പത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് അന്യരെ അകലില്ല എന്ന് മാത്രമല്ല, ജീവിതം കുറച്ചുകൂടി മീനിങ് ഫുൾ ആക്കുവാൻ കഴിയും. ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനും കഴിയും എന്നുള്ളതാണ്. പുതിയ ബിസിനസ്സിനൊന്നും ഈ വാരം അനുകൂലമല്ല, അല്ലെങ്കിൽ പണം ചിലവാക്കിയുള്ള ഒരു കാര്യത്തിനും ഈ വാരം അനുകൂലമല്ല എന്നറിഞ്ഞോളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ ഡിസിഷൻ മേക്കിംഗ് ഇൻക്ലൂഡിങ് വിവാഹം, പ്രണയം, പുതിയ കോഴ്സസ് ഏത് തിരഞ്ഞു അതിനു വേണ്ടിയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനൊന്നും പറ്റിയ വാരമല്ല. വളരെ ശ്രദ്ധയോടുകൂടി കൺസേൺ ഫീൽഡ് എക്സ്പേർട്സ്, അതാണ് ആചാര്യസ്ഥാനീയർ, കാരണവസ്ഥാനീയർ, ജീവിത പരിചയമുള്ളവർ, അവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പ്രാർത്ഥന കൊണ്ട് രൗദ്രഭാവ ദേവി ക്ഷേത്രദർശനം, ഭദ്രാംബിക സ്തോത്രജപം കൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അകന്നു പോവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹകാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വാരമാണ്. പ്രണയിക്കുവാൻ സാധ്യതയുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കാണാത്ത വ്യക്തികളുണ്ടാവുമല്ലോ, അവരുമൊക്കെ ആയിട്ട് ഒരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിയും. പെട്ടെന്ന് അതുകൊണ്ട് മനസ്സിനൊരു സമാധാനവും സന്തോഷവും വരും. നമ്മളെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയും. എന്ത് കാര്യത്തിലും നമ്മൾ അല്പം അലസ മനോഭാവം ഉണ്ടായിരുന്നതൊക്കെ മാറുന്ന ഒരു വാരമാണ്. ഇപ്പോൾ പഴയ പേപ്പേഴ്സൊക്കെ അരിയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് ആയാലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയാലും ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആയാലും അതിൽ പേപ്പേഴ്സൊക്കെ അരിയേഴ്സ് ആയിട്ടുണ്ട്, ചില എക്സാംസിനൊന്നും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. എക്സാംസിലൊക്കെ വിജയം വരുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിലുമൊക്കെ നമുക്ക് വിജയം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. സ്വന്തമായിട്ടൊരു വരുമാനം വരാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ കഴിയും എന്നൊക്കെയുള്ളൊരു ഫീല് വരും. എന്നാൽ മനസ്സിന് അകാരണമായിട്ടുള്ള ഒരു ടെൻഷൻ, ചില വൈകാരിക പ്രയാസങ്ങൾ കൊണ്ടുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർക്ക് ചെറിയ ടെൻഷൻ, ഇവയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ ഒരു മോണിറ്ററിങ് വേണം. അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഇതൊക്കെ മനസ്സിൽ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ വിവാഹ കാര്യങ്ങൾ നമുക്ക്, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും നമ്മളൊന്ന് സെക്കൻഡ് തോട്ട് വേണം. അത് നല്ലതാണോ, നമുക്ക് യോജിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യം
പ്രത്യേകിച്ച് അറിയുക. പൊതുവേ കാര്യതടസ്സങ്ങൾ കുറയുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും നമ്മൾ മുൻകാലങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നപ്പോൾ ശരിയാകാത്ത കാര്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ശരിയാകുന്ന ഒരു സമയമാണ് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഹൈ കോൺടാക്ട്സ് ഉള്ളവർ അതൊക്കെ യൂസ് ചെയ്യേണ്ട, ഉപയോഗിക്കേണ്ട ഒരു കാലമാണ്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനും അനുകൂലമായിട്ടുള്ള ഫലങ്ങളുടെ ആ വരവ്, അതിലെ തടസ്സങ്ങൾ കുറയ്ക്കുവാനുമായിട്ട് രാശിനാഥനായിട്ടുള്ള വ്യാഴനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു പഞ്ചായുധ സ്തോത്ര ജപം ഇവ ഉത്തമമാണെന്നറിയുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ഈ റുമാറ്റിക് കംപ്ലയിൻസ്, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ അലർജിക് കണ്ടീഷൻസ്, നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ ചെറുതായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ നിയന്ത്രിക്കുക. രാത്രികാല സഞ്ചാരം ഒരു പ്രായം കടന്നവർ കഴിയുന്നതും ഒഴിവാക്കുക, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പാർട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അല്പം ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഒരു ഉണർവ് വരുന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് പഠന കാര്യങ്ങളിലൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കാലമാണ്. ദൂരദേശത്തും വിദേശത്തുമൊക്കെ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കാം. അത് വിജയത്തിൽ എത്തിക്കുവാനും കഴിയും. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യവും അറിയാം. പൊതുവേ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും മനസ്സിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആ ആത്മവിശ്വാസം നമ്മളെ വിജയത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് മധ്യമകാലം എന്ന് പറയും. വിവാഹാലോചനയൊക്കെ വരും, പക്ഷെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ അങ്ങോട്ട് നടക്കണമെന്നില്ല. വസ്തുവിൻ്റെ ട്രാൻസാക്ഷനിൽ മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളൊന്നും കുറയും. നമുക്ക് അനുകൂല ഭാവമൊക്കെ വരുന്നതായിട്ട് നമുക്കൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ആ വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ വാങ്ങുന്നതായാലും കൊടുക്കുന്നതായാലും അതിലൊക്കെ ഒരു ഉണർവ് ദൃശ്യമാകും. അപ്പോൾ പൊതുവേ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. സർപ്പപ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു കാലമാണ് എന്നുള്ളതാണ്. നാഗരാജ ക്ഷേത്ര ദർശനം, അതായത് മണ്ണാർശാല, വെട്ടിക്കോട്, നാഗരമ്മൻ കോവിൽ, പാമ്പുമേക്കാവ്, ഇങ്ങനെയുള്ള നാഗക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും പഞ്ചമിക്കും ആയില്യത്തിനും ഒക്കെ തന്നെ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ പ്രത്യേകിച്ച് വണങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തടസ്സങ്ങൾ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുരോഗതി വരാനും ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം വരുവാനുമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കൂ. ആ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. പ്രശസ്തമായിട്ടുള്ള സ്തോത്രമുണ്ടല്ലോ, നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. ആ സ്തോത്രം അങ്ങോട്ട് ജപിച്ചോളൂ. മഹാദേവൻ കൂടെ ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. മനസ്സിന് സമാധാനവും സന്തോഷവും മഹാദേവൻ നൽകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. പൊതുവേ എക്സസ് എക്സ്പെൻഡിച്ചർ, നമ്മൾ അധിക പണച്ചെലവ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുമല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലവ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ ഈ വാരം കാണുന്നു. എന്നുള്ളതുകൊണ്ട് തന്നെ ചിലവിലൊരു നിയന്ത്രണം വേണം. എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾഡായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമാണ്. നമ്മളിപ്പോൾ വീട് പണിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റിപ്പയർ വർക്ക്, മെയിൻ്റനൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണം. സൂപ്പർവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പല വഴിക്ക് പണം പോകുന്നത് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പലപ്പോഴും ഇരട്ടിയിൽ ചിലവ് വരുന്നൊരു സമയമാണ്. പിന്നെ ലോണൊക്കെ, വളരെയധികം ലോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റിനും തടസ്സങ്ങൾ വരാം എന്നുള്ളത്. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് അക്യുമുലേഷൻ ഒന്നും പറ്റണമെന്നില്ല. പൊതുവേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലവ് വരുന്നതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പണം പെട്ടെന്ന് അങ്ങോട്ട് ചിലവായി പോകാനും അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷനൊക്കെ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കോളൂ.
ഈ ടെൻഷനൊക്കെ മാറും. സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ എന്തായാലും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ഒരു സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കനകധാരാ സ്തോത്രം ഉത്തമം. ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള കനകധാരാ സ്തോത്രം ഉത്തമം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുലാഭരണം തമാലം. മഹാലക്ഷ്മിയുടെ രൂപം മനസ്സിൽ ഉറപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും. ആവശ്യത്തിന് പണം അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പണം ഏതെങ്കിലും വഴിക്ക് വന്നു ചേരും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിവാഹം, പ്രണയം ഇതിന് ഈ വാരം അത്ര നല്ലതല്ല. എല്ലാ കാര്യങ്ങളിലും എമോഷണൽ മാറ്റേഴ്സിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ നിയന്ത്രണം വേണം. അവരകന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചില കലഹത്തിൽ ചെന്നുപെടുവാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഓഫീസിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ ഒഴിവാക്കുക. ഒരു പുഞ്ചിരിയോടുകൂടി ആ സന്ദർഭം നിയന്ത്രിക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ലീഗൽ കാര്യങ്ങളൊക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വൈകുവാനുള്ള സാധ്യത പ്രകടമായി കാണുന്നു എന്നുള്ളതുകൊണ്ട് പല ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രാഫിക് ഉൾപ്പെടെയുള്ള, ലാൻഡ് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ചെന്നുപെടാം. ശനിപ്രീതി വരുത്തിക്കോളൂ, ധർമ്മശാസ്ത്ര പ്രീതി വരുത്തിക്കോളൂ. ഈ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. പ്രയാസങ്ങൾ കുറയുന്നു മാത്രമല്ല, മനസ്സിന് സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും, ഒരു ജീവശക്തി എന്നൊക്കെ പറയുമല്ലോ, ഒരു ലൈഫ് ഫോഴ്സ് ലഭിക്കുവാനും ഈ പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. മീനം രാശി, പൂരോരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകൾ ലഭിക്കും. പഴയ ബാധ്യതയുള്ളവർക്ക് അതിൻ്റെ ബാധ്യതയൊന്ന് കുറയ്ക്കുവാനോ ചിലപ്പോൾ പൂർണ്ണമായിട്ട് നീക്കുവാനോ കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. അതുകൊണ്ട് ഒരു കൺട്രോൾഡായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലഭിക്കുന്ന അധിക വരുമാനം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയാം. വാഹനമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു താല്പര്യം, പുതിയ വാഹനം എടുക്കുവാനുള്ളൊരു താല്പര്യം, വീട് പണി മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വസ്തുവോ ഒക്കെ വാങ്ങാനോ, കുടുംബത്തിലൊരു പാർട്ടിഷൻ നടക്കുവാനോ അല്ലെങ്കിൽ ഒരു ചിട്ടി കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ജോലിയോ അല്ലെങ്കിൽ ശമ്പള കൂടുതലോ എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു നേട്ടം, അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം, കുടുംബത്തിൻ്റെ പൊതുവെയുള്ള അഭിവൃദ്ധി വലിയൊരു സുപ്രഭാതത്തിൽ ഉയരും എന്നുള്ളതല്ല, ക്രമേണ അങ്ങോട്ട് ഉയരുന്നതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയുക. കൂടുതൽ പണം ചെലവാക്കുവാനോ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ് ആരംഭിക്കുവാനോ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനോ ഒക്കെയുള്ളൊരു താല്പര്യം വരുമെങ്കിലും അത് പൂർണ്ണമായി നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട സമയമല്ല എന്നുള്ള കാര്യം അറിയുക. കാരണം പെട്ടെന്ന് ഇമോഷണലായിട്ട് തീരുമാനം എടുക്കുന്നത് കൊണ്ട് നഷ്ടങ്ങൾ വരാം എന്നുള്ളതാണ്. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ് ഇവയ്ക്കുള്ള സാധ്യതയും ഈ ദഹനവുമായിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾക്കും സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് നാഗക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ മുതലായ നാഗക്ഷേത്ര ദർശനം നടത്തി 5 മുഹൂർത്തകാലം, 48 മിനിറ്റാണ് ഒരു മുഹൂർത്തകാലം, 5 മുഹൂർത്തകാലം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ എന്നുള്ള സ്തോത്രം ജപിക്കാം. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിക്കാം. ഇതൊക്കെ ജപിക്കുന്നതുകൊണ്ട് സകല പ്രയാസങ്ങളും, വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളും, സ്കിൻ ട്രബിൾസ്, നേരത്തെ പറഞ്ഞ പോലെ അലർജിക് കണ്ടീഷൻസ് ഒക്കെ കുറയും. മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങൾ ആചാരപ്രകാരമുള്ള, ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര സൂചനകളും ഇവിടെ നൽകിക്കഴിഞ്ഞു. ഇനി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്.
ഈ പ്രോഗ്രാമിലേക്ക് ഇമെയിൽ വഴി ചോദ്യങ്ങളാകാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പേര്, എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉണ്ടായിരിക്കണം. കത്തുകൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഒരു ചില അഡ്രസ്സിൽ കത്തുകൾ വരുന്നുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോൾ താമസമില്ല എന്നുള്ളതുകൊണ്ട് ആ കത്തുകൾക്ക് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് മെയിൽ തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ മെയിൽ മിസ്സസ് നീത വിശ്വനാഥ് പൂങ്കുന്നത്ത് നിന്നാണ്. നീത വിശ്വനാഥ് പൂങ്കുന്നത്ത് നിന്നാണ് കത്തല്ല മെയിൽ ചെയ്തത്. മകൾ നക്ഷത്രം മകയിരം, മിഥുനക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 28 വയസ്സ്, MBA ആൻഡ് എക്സിക്യൂട്ടീവ് MBA. വെരി ഗുഡ് ഫ്രം IIM. അപ്പോൾ കുട്ടി വളരെ ബ്രൈറ്റ് ആണെന്നുള്ളതിന് സംശയമൊന്നും തന്നെ വേണ്ട. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും വിവാഹം നടക്കുന്നില്ല, പാപജാതകമാണ്. ജാതകം നോക്കി വിവാഹം നടത്തണോ? കാരണം ജാതകം ഒന്നും ചേരുന്നില്ല എന്നാണ് പറയുന്നത്. ജാതകം നോക്കി വിവാഹം നടത്തണോ, ഇപ്പോൾ വിവാഹകാലമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജാതകത്തിൽ അല്പം പാപത്വമുണ്ട്, അത്രയേ ഉള്ളൂ. അതായത് അഷ്ടമത്തിൽ ചൊവ്വയുണ്ട് എന്നുള്ളതാണ്. ലഗ്നാൽ അഷ്ടമത്തിൽ ചൊവ്വയുണ്ട്, ചന്ദ്രാലും പാപത്വമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്പം പാപത്വമുള്ള ജാതകമാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ പാപത്വമുള്ള ഇഷ്ടം പോലെ പുരുഷ ജാതകം കിട്ടും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ അത് മാത്രമല്ല ഒരു ക്രൈറ്റീരിയ. പിന്നെ ഇത്രയും ക്വാളിഫൈഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഫെയർ ആൻഡ് ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നോക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് വിവാഹം വൈകുന്നത്. വിഷമിക്കാനൊന്നും തന്നെയില്ല. മകയിര നക്ഷത്രം മിഥുനക്കൂറായതുകൊണ്ടും ദശാപഹാരങ്ങൾ അനുകൂലമാകുന്നു എന്നുള്ളതുകൊണ്ടും ഇപ്പോൾ വിവാഹകാലമാണ്. അതായത് 2024 വിവാഹകാലമാണ്. ഇപ്പോൾ ശ്രമിച്ചോളൂ, പ്രാർത്ഥനയോടുകൂടി വിവാഹം നടക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വടക്കുംനാഥനെ പൊങ്കുന്നല്ലേ, അപ്പോൾ വടക്കുംനാഥനെ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിച്ചോളൂ. കഴിയുന്ന ദിവസങ്ങളൊക്കെ അവിടെ ദർശനം നടത്തുക. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും മുടങ്ങാതെ ദർശനം നടത്തുക. അടുത്ത് തന്നെ നാഗരാജ ക്ഷേത്രമുണ്ട്. കാരണം പഞ്ചമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാഗര്. അപ്പോൾ അതുകൊണ്ട് സന്തതിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പാമ്പുമേക്കാവ് അടുത്തുണ്ടല്ലോ. അപ്പോൾ പാമ്പുമേക്കാവിലും ആയില്യത്തിനും മുടങ്ങാതെ ദർശനം നടത്തിക്കോളൂ. പഞ്ചമിക്കും ദർശനം നടത്തിക്കോളൂ. ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങും. 7ാം ഭാവത്തിന് ബലമുണ്ട്, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഷീ വിൽ ഗെറ്റ് എ വെരി ഹാൻസം ഹസ്ബൻഡ് ആൻഡ് ആർട്ടിസ്റ്റിക് ടു എന്നുള്ളതാണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിരിക്കും, ഹാൻസം ആയിരിക്കും, യോജിച്ച ബന്ധം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ വിവാഹകാലമാണ്. 2024 വിവാഹകാലമാണെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. 2024 മാർച്ച് മുതൽ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2024 മാർച്ച് മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലമാണ് വിവാഹത്തിന് അനുകൂലം. അപ്പോൾ മധ്യമാധിക കാലമാണ് എന്നുള്ളതുകൊണ്ട് ഈ പരിഹാരങ്ങളുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വിവാഹം നടക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കുക. രണ്ടാമത്തെ മെയിൽ ഷംസി തിരൂർ. ഹോട്ടൽ ബിസിനസ്സാണ്. ഒരു ബ്രാഞ്ച് കൂടി തുറന്നു, അത് നന്നായി പോകുന്നില്ല. നല്ല സെൻറ്ററാണ്, മലപ്പുറത്ത് എന്നുള്ള രീതിയിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് നന്നായി പോകുന്നില്ല. അടുത്തുള്ള ഷോപ്പ് ഓണേഴ്സ് പറയുന്നു വാസ്തുദോഷമുള്ള കടയാണ് നിങ്ങൾ വാങ്ങിയത്, അതുകൊണ്ടാണ് ബിസിനസ് നന്നായിട്ട് പോകാത്തത് എന്ന് പറയുന്നു. വളരെ ഫെയർ ആയിട്ടുള്ള ഫുഡ് ബിസിനസ്സാണ് നടത്തുന്നത്, എന്നിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. നല്ലൊരു ഏരിയ അല്ലെങ്കിൽ പോലും ആദ്യത്തെ ബിസിനസ് നന്നായി ഇപ്പോഴും പോകുന്നുണ്ട്. വളരെ ഒരു സ്ട്രാറ്റജിക് പ്ലേസ് അല്ല എന്നുള്ളതാണ് ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്ലേസ് കിട്ടിയിട്ടും ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സൂചന. എന്താണ് എൻ്റെ നക്ഷത്രം എന്നും ചോദിച്ചിട്ടുണ്ട്. ആയില്യം നക്ഷത്രമാണ്, കർക്കിടക രാശിയാണ്. ആയില്യം നക്ഷത്രവും കർക്കിടക രാശിയും ആയതുകൊണ്ട് അഷ്ടമശനി എന്ന് പറയും. പൊതുവെ നമ്മൾ ഈ രാശിയിൽ പറയുന്നുണ്ട് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ വരുന്ന സമയമാണ്. എന്നാൽ അല്പം ഒന്ന് സാമ്പത്തികമായിട്ട് മെച്ചമാകാം തടസ്സങ്ങൾക്ക് ശേഷം. എന്തായാലും ഈ ജാതകം അനുസരിച്ച് ശ്രീ ഷംസിക്ക് 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ 14 മാസക്കാലത്തിനകം ഈ ബ്രാഞ്ച് ആരംഭിച്ച ആ സ്പോട്ടിൽ ബിസിനസ് പ്രോസ്പർ ചെയ്യും, അതിൽ സംശയം വേണ്ട. പിന്നെ വസ്തുദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രശ്നരാശി ചിന്തിച്ചാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ആ വീടല്ല ഷോപ്പിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിയണം. എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു, എങ്ങനെയാണ്, റെക്റ്റാങ്കുലർ ആണോ അതോ ട്രയാങ്കുലർ ആണോ, നമ്മൾ സ്ക്വാരിഷ് ആണോ, എന്താണ് അതിൻ്റെ രൂപഭാവാദികൾ നമുക്ക് അറിയണം. അടുത്ത് എന്തൊക്കെയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ വാസ്തു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് രാശി കൂടെ നോക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അടുത്തൊരു
നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനത്തെ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് ജാതകവും ആ സ്ഥലം ആ സ്ട്രക്ചർ ഒക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. എന്തായാലും അടുത്ത വർഷം സെക്കൻഡ് ഹാഫ് മുതൽ ബിസിനസ്സിന് അനുകൂലമാണ്, ബിസിനസ്സിൽ ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. 2025 ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ലൊരു സ്ഥിതി വരും. ഇപ്പോഴത്തെ വിഷമമൊക്കെ അങ്ങോട്ട് മാറും, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അതായത് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയൊരു ബിസിനസ്സല്ല, ഇപ്പോഴുള്ള ബിസിനസ് തന്നെയാണ്, അതിൻ്റെ ഒരു പുതിയ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുള്ള ചിന്ത മാറും, നല്ലൊരു പൊസിഷനിലേക്ക് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി അടുത്തത് ശ്രീ അർജുനൻ അദ്ദേഹമാണ് എഴുതുന്ന മകൻ നക്ഷത്രം പൂരാടം, M.Tech ആണ്, 29 വയസ്സ്, നല്ല ജോലിയില്ല. M.Tech ആണ്. അത് ശരി. നല്ല കോളേജിലാണ് പഠിച്ചത്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ടും നല്ല ജോലിയില്ല. ചെറിയ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നു. MNCയിൽ ഒക്കെ ഉണ്ടെങ്കിലും പാക്ക് വളരെ കുറവാണ്. എന്താണ് ഇങ്ങനെ? എൻ്റെ മകനേക്കാളും ക്വാളിഫൈഡ് അല്ലാത്തവരൊക്കെ ഇപ്പോൾ വളരെ നല്ല സ്ഥിതിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് അവന് വല്ലാത്ത ഒരു മനോവിഷമമുണ്ട് എന്ന് ശ്രീ അർജുനൻ പറയുന്നു. അത് പലപ്പോഴും ക്യാമ്പസിൽ കാണാറുള്ളതാണ്. അക്കാഡമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് മീഡിയോക്കർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ്, അക്കാഡമിക്കലി മീഡിയോക്കർ ആയിട്ടുള്ള കുട്ടിക്ക് വളരെ നല്ല പ്ലേസ്മെൻറ്റ്, ഇത് ക്യാമ്പസിൽ സാധാരണഗതിയിൽ കാണാറുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മറ്റു പല സ്കില്ലും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ പ്ലേസ്മെൻറ്റ് വരിക പ്രായം. പിന്നെ ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ അത് നമ്മുടെ ഭാഗ്യം, 2ാം ഭാവം, 9ാം ഭാവം, 11ാം ഭാവം, പിന്നെ ലഗ്നത്തിൻ്റെ ബലം, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മളത് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളതാണ്. വെറും ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾ വളരെ ഹൈ പൊസിഷനിൽ എവിടെയെങ്കിലും ഫോറിൻ കൺട്രീസിൽ തന്നെ നല്ല പൊസിഷനിലിരിക്കുന്നു, നല്ല സാമ്പത്തിക നേട്ടമുണ്ട്. ഇതിനകത്ത് ഭാഗ്യാധിപന് നീചസ്ഥിതി നമ്മൾ പറയും. അപ്പോൾ അതാണൊരു പ്രധാന പ്രശ്നം. ഭാഗ്യം അല്പം കുറവാണ്, അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. 2ാം ഭാവത്തിന് ബലമുണ്ട്, ലഗ്നത്തിനും ബലമുണ്ട്. അതുകൊണ്ട് വൈകിയാണെങ്കിലും കുട്ടി ശ്രീ അർജുനൻ്റെ മകൻ നല്ല സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. വീട് വിട്ട് വളരെ അകലെയായിരിക്കും ജോലി എന്നുള്ളതിലും സംശയം വേണ്ട. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം ഭക്തിപൂർവ്വം ദിവസവും കിഴക്ക് ദർശനമായിട്ട് പാരായണം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. 5 പ്രാവശ്യം പാരായണം ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. ഗുരുവായൂർ ദർശനം നടത്തുക, അവിടെ ഒരു ദിവസം ഭജനവിരുന്ന് ശ്രീകൃഷ്ണാവതാരം നാരായണീയത്തിലെ ആ ദശകം 108 പ്രാവശ്യം പാരായണം ചെയ്തോളൂ. ഇപ്പോൾ അനുഭവപ്പെടുന്ന ഭാഗ്യക്കുറവ് പരിഹരിക്കപ്പെടും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതിൽ ഉയർച്ച വരും. പുരാട നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. വരുന്ന 11 മാസത്തിനകം തന്നെ നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. എല്ലാം അനുകൂലമായിട്ട് വരും. അതുകൊണ്ട് ഒരു ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും. ഇപ്പോൾ തൽക്കാലം ഉണ്ടായിരുന്ന ആ വിഷമവും ഡിപ്രഷനും ഒക്കെ അങ്ങ് മാറ്റിക്കൊള്ളാൻ പറയും. കഴിഞ്ഞ കാലം പാസ്റ്റ് ഈസ് പാസ്റ്റ്. സന്തോഷമായിട്ടിരുന്നുള്ളൂ. നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, അത് ബർത്ത് ഡീറ്റെയിൽസ് അയയ്ക്കുക. എന്താണ് അറിയേണ്ടതെന്നുകൂടി പ്രത്യേകം സ്പെസിഫൈ ചെയ്തിരിക്കണം. വിവാഹമാണോ, ജോലിയാണോ, അതോ ജോലി ലഭിക്കാത്തതാണോ, പ്രൊമോഷനാണോ, എന്താണെന്നുകൂടി വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യുക. അത് കൂടാണ്ട് ചെയ്യേണ്ട കാര്യം പൂർണ്ണമായിട്ടുള്ള പേരുണ്ടാവണം, എവിടെ നിന്നാണ് കത്തയക്കുന്നത് എന്നും ഉണ്ടാവണം. എല്ലാ ഐശ്വര്യങ്ങളും വരും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യം, സന്തോഷം, സമാധാനം, ആരോഗ്യം ഇവ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.